നമ്മുടെ കോസ്റ്റൽ ഏരിയ, നമ്മുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നമുക്ക് കോസ്റ്റൽ ഏരിയയാണ്. അതിൻ്റെ സംരക്ഷണം, ആ സംരക്ഷണ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് കാര്യമായി നമ്മളെ സഹായിച്ചേ മതിയാകും. കാരണം നമ്മുടെ അതിർത്തിയാണ്. 558 കിലോമീറ്റർ ദൂരം, അത് ഇന്ത്യയുടെ അതിർത്തിയാണ്. 1 കിലോമീറ്റർ അതിർത്തി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വടക്കൻ ഏരിയയിൽ എന്തുമാത്രം പണം ചെലവഴിക്കുന്നു? അത്രയൊന്നും വേണ്ട. പക്ഷേ ഇവിടെ ഈ സീ ഇറോഷൻ കൊണ്ട് നഷ്ടപ്പെടുന്ന ഇതുകൊണ്ട്, പിന്നെ പുതിയതായിട്ട് ഒരു സെക്യൂരിറ്റി ത്രെട്ടുമുണ്ട്. അപ്പോൾ ഈ 2 സാഹചര്യത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ, സൈഡ് പ്രൊട്ടക്ഷൻ, സീ ഇറോഷൻ തടയത്തക്ക വിധത്തിലുള്ള പ്രൊട്ടക്ഷന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കിട്ടണം. അത് ഫിനാൻസ് കമ്മീഷനിൽ തന്നെ നമ്മൾ ശക്തമായിട്ട് ആ വാദം ഉന്നയിക്കും. അതോടൊപ്പം നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിൻ്റ്, നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളത്. അത് കേവലം നമ്മുടെ ഒരു വിഭാഗം, ഒരു പ്രദേശത്തിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ എന്നുള്ളതിനപ്പുറത്ത് ചില പുതിയ മാനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടൂറിസം വികസനം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഒരു വശത്ത് സമ്പൽ സമൃദ്ധിയും മറുവശത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥയും, രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ വരുന്നത്. അത് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തീരപ്രദേശത്തിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. അതോടൊപ്പം തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരണം. വെള്ളത്തിൻ്റെ മുന്നിൽ അവർ ജീവിക്കുന്നു, പക്ഷേ നല്ല കുടിവെള്ളമില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പല രോഗങ്ങളും ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്തും അവർ ആ പ്രദേശം വെള്ളപ്പിന്നില്ല. അപ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ തീരപ്രദേശത്തിൻ്റെ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും വനസംരക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യത്തിൽ നമുക്ക് കേന്ദ്രത്തോട് വളരെ വ്യക്തമായ നിലപാടെടുക്കാൻ സാധിക്കും. നമ്മൾ വനം സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ കണക്ക്, ദേശീയ ശരാശരിയേക്കാൾ 7% ഇവിടെ കേരളത്തിൽ വനം വിസ്തൃതിയുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയും ജനസാന്ദ്രതയുള്ള ഇവിടെ ആ മാറ്റം വന്നിരിക്കുന്നത് വനം സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അവിടെ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ആക്രമണം, ജനങ്ങളുടെ ജീവന് ഭീഷണി, ജനങ്ങളുടെ കൃഷി, അവരുടെ മറ്റ് ജീവന ഉപാധികൾക്ക് ഭീഷണി. ഇതിലൊക്കെ വലിയ നഷ്ടം ഈ വന്യമൃഗങ്ങളെ ഭയപ്പെട്ടിട്ട് ഈ ഏരിയയിലൊന്നും ഇപ്പോൾ കൃഷി നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഉണ്ടാകുന്ന കൃഷി നശിപ്പിക്കുന്നതിനേക്കാൾ ഇതിനെ ഭയപ്പെട്ട് കൃഷി ചെയ്യാതിരിക്കുന്നത്. അപ്പം ഈ വന സമ്പത്ത് സംരക്ഷിക്കാനും വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് നമ്മുടെ കർഷകരെ സംരക്ഷിക്കാനും പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്ത് ആ കാര്യവും പ്രത്യേകമായിട്ട് ചോദിക്കും. NRIക്കാരുടെ കാര്യം ശരിയാണ്, നിക്കാഹത്തുമൊക്കെ വന്ന് വളരെയധികം പേര് തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ഒരു പാക്കേജ്, അവർക്ക് ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ തന്നെ സംസാര വിഷയം ഒന്ന് വളരെ ഗൗരവമായ സംഗതിയാണ്. നമ്മുടെ ഇന്നിപ്പം നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വെച്ച് നോക്കിയാലും നമ്മൾ മുമ്പിലാണെന്ന് മാത്രമല്ല, വളരെ മുമ്പിലാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതൊരു വിഭാഗത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വയോജനങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ
ഒറ്റപ്പെട്ട ജീവിതം, അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങളും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പിന് വീഴ്ച പറ്റി, അത് ചില പത്രങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നത് കണ്ടു. തികച്ചും അടിസ്ഥാനരഹിതമാണ്. ധനകാര്യ വകുപ്പും പ്ലാനിംഗ് ബോർഡും ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ട എല്ലാവരും സഹകരിച്ച് ചെയ്യേണ്ട ഹോംവർക്കുകളൊക്കെ ടൈമിലി നടത്തിയിട്ടുണ്ട്. യാതൊരു ഇതുമില്ല. പിന്നെ ഇന്നിവിടെ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ 24 മണിക്കൂർ പോലും വേണ്ട. അതിനു മുമ്പ് നമ്മൾ 8 ദിവസം മുമ്പ് 10 ദിവസം മുമ്പ് യോഗം ഇവിടെ കൂടുകയാണ്. അപ്പോൾ ഒട്ടും വൈകിട്ടില്ല, വീഴ്ച പറ്റിയിട്ടില്ല. അത് വ്യക്തമായിട്ടറിയാം. ഞങ്ങൾ ക്യാബിനറ്റ് തന്നെ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ക്യാബിനറ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഇതിനു മുമ്പില്ലാത്തതാണ്. എല്ലാ കാര്യങ്ങളും പ്രസൻറ്റേഷനിലൂടെയാണ്. ക്യാബിനറ്റിന് മുമ്പിൽ ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള പ്രസൻറ്റേഷൻ തന്നെ അവതരിപ്പിച്ചു. അത് വളരെ നീണ്ട ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വിഹിതം കൂട്ടണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് എടുക്കുന്ന സമീപനവും ഒരു ഘടകമായിരിക്കും. ഏതായിരുന്നാലും നമ്മൾ സംസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ആ ഡിവിസിബിൾ പൂളിൻ്റെ ആ പരിധി വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ വിഹിതം വർദ്ധിപ്പിക്കാൻ 2 വിധത്തിലും. ഒന്ന്, സംസ്ഥാനങ്ങൾ കൂടി വിഹിതം തരുന്ന ആ പൂള്, അതിൻ്റെ വിഹിതം, അതിൻ്റെ വലിപ്പം കൂട്ടണം. അത് വീതിക്കുമ്പോൾ ആ വീതിക്കുന്നതിൻ്റെ ശതമാനം കൂട്ടണം. ഇത് 2 കാര്യത്തിലും നമ്മൾ വിലയിരുത്തുകയാണ്. പക്ഷേ ഗവൺമെൻറ് അവരെടുക്കുന്ന സമീപനവും കാര്യങ്ങളും പരമാവധി സ്റ്റേറ്റുകൾക്ക് പ്രയോജനകരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ചെലവ്, ഞങ്ങൾക്ക് വിദേശ കാര്യങ്ങളുമായിട്ടുള്ള ചെലവ്, പിന്നെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരുന്നു, പാക്കേജുകൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഞങ്ങളാണ് വഹിക്കുന്നത് എന്ന് പറയുന്നു. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ നിലയിൽ പോകുന്നതിനോട് നമുക്കൊരു വിധത്തിലും യോജിപ്പില്ല. ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റിൻ്റെ സാഹചര്യങ്ങൾ കൂടി അനുസരിച്ച് അതനുസരിച്ചിട്ടുള്ള മാറ്റത്തിന് തയ്യാറാകണം. അതല്ലാതെ ഞങ്ങൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൊണ്ടുവരുന്നു, അതിനുവേണ്ടി ഞങ്ങൾ പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരു വിധത്തിൽ യോജിക്കാൻ നിവൃത്തിയില്ല. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി നല്ല പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചാൽ അതിനുണ്ടാകാവുന്ന ബെനിഫിറ്റ് എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മേഖലയാണ് ഡയറി ഡെവലപ്മെൻറ്റ് ഏരിയ, പശുവിനെ വളർത്തൽ. അപ്പം ഇവിടെ നമ്മൾ സ്വയം പര്യാപ്തതയിലെത്താൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. ഇപ്പം ഈ 2 കൊല്ലക്കാലം കൊണ്ട് 2 ലക്ഷം ടൺ പാല് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്രയും വർധന വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സ്വയം പര്യാപ്തതയിലെത്താൻ നമുക്കിനിയും വളരെ കൂടി മുമ്പോട്ട് പോകണം. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതുകൂടെ ഉൾപ്പെടുത്തിയാൽ യാതൊരു സംശയവുമില്ല, ഇവിടെ 2 കൊല്ലം കൊണ്ടൊരു മാജിക് ആയിരിക്കും നടക്കുന്നത്. പശു വളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടു, അവർ പരിഗണിക്കാവെന്ന് പറഞ്ഞു. ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ ശക്തമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. അത് സ്റ്റേറ്റുകൾക്ക് നൽകുന്ന ഒരു സാമ്പത്തികമായ ഒരു സപ്പോർട്ടാണ് എന്ന് സെൻട്രൽ ഗവൺമെൻറ് ഒരു വശത്ത് അവകാശപ്പെടുകയും മറുവശത്ത് അവരുടേതായ മാത്രം ഗൈഡ് ലൈൻസ് വെച്ച് ഇത് നടപ്പിലാക്കത്തുള്ളൂ എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നതിനോട് ഒരു വിധത്തിലും യോജിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല, ഓക്കെ. പക്ഷേ അതിനകത്ത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റം ഇനിയിപ്പം മുഴുവനും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്തെ ഒരു വിഹിതമെങ്കിലും, ഒരു 1/3, ഒരു 30% സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു ഫ്രീഡം തരിക, ഒരു അൺടൈഡ് ഫണ്ട് പോലെ നമുക്ക് തരിക. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പൊതുവായ ഗൈഡ് ലൈനുള്ളിൽ നമുക്ക് നിൽക്കാം. പക്ഷെ നടപ്പിലാക്കുന്നതിന് ഒരു ഫ്രീഡം നമുക്ക് തരിക വളരെ പ്രയോജനകരമായിരിക്കും. ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അതിനകത്തും സ്വീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതി അടക്കം. തൊഴിലുറപ്പ് പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്, യാതൊരു സംശയവുമില്ല. വളരെയധികം കുടുംബങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ദാരിദ്ര്യം അറിയാത്തത് അതുകൊണ്ടാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനകത്ത് നമുക്കൊരു ഫ്രീഡം കൂടെ കിട്ടിയാൽ അത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും അസറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് പല മാനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.